ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണി കോൺഗ്രസ് കോട്ടയം ലോക്സഭാ സീറ്റിൽ ദയനീയമായി തോറ്റിട്ടും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. കാരണം UDF ഒരു കാരണവശാലും അവരുടെ പ്രവർത്തകർ മാണി കോൺഗ്രസിനെയോ ജോസ് കെ മാണിയോ അംഗീകരിക്കില്ല എന്ന് ഏറെക്കുറെ അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയും കൂട്ടരും LDFിൽ തന്നെ തുടരാൻ കാരണമാകുന്നത്. ജോസഫ് ഗ്രൂപ്പിന് തന്നെയാണ് UDFിൽ പ്രാധാന്യമെന്ന് പല നേതാക്കളും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോട്ടയത്തും ഇടുക്കിയിലുമായി ജോസഫ് ഗ്രൂപ്പ് UDFിന് വേണ്ടി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാണേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. പാലാ നഗരസഭ അടക്കം ഭരണം ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിന് വേണ്ടി കാര്യമായ ലാഭമുണ്ടാക്കിയാൽ പിന്നെ ജോസഫ് ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയും. എങ്ങനെയാണോ UDFിൽ മുസ്ലിം ലീഗിന് വലിയ തോതിലുള്ള ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്, ഒരു മേൽക്കൈ ഉള്ളത്, അതേ രീതിയിലേക്ക് ജോസഫ് ഗ്രൂപ്പിനും മധ്യ തിരുവിതാംകൂറിൽ പല കാര്യങ്ങൾക്കും വിലപേശാം, പല പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളും നേടിയെടുക്കുകയും ചെയ്യാം. എന്നാൽ മറ്റ് പല വിധത്തിലേക്കും കാര്യങ്ങൾ വിശാലമാക്കാൻ, വിപുലീകരിക്കാൻ മോൻസ് ജോസഫ് പദ്ധതിയിടുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സണായി PJ ജോസഫ് തുടരുമ്പോഴും മോൻസ് ജോസഫ് തന്നെയാണ് വർക്കിംഗ് ചെയർപേഴ്സണായി കാര്യങ്ങൾ നീക്കുന്നത്. മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇതുവരെയും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് എന്ന് പറയുന്നത് പാർട്ടിയുടെ സ്ഥിരം ചെയർപേഴ്സൺ സ്ഥാനം അത് PJ ജോസഫിൽ നിന്നും തനിക്കായി നേടിയെടുക്കാൻ കഴിയുമോ, അതോ മകൻ അപ്പു ജോസഫ് കൊണ്ടുപോകുമോ, അതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. സജി മഞ്ഞക്കടമ്പൻ പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നേരത്തെ ഉൾരാഷ്ട്രീയ പോരായി ഒക്കെ വന്നെങ്കിലും അനന്തരഫലമായി കഴിഞ്ഞ തവണത്തെ കോട്ടയം വിജയം അത് ജോസഫ് ഗ്രൂപ്പിന് പത്തരമാറ്റ് തിളക്കമുള്ളത് തന്നെയാണ്. അത് വലിയ തോതിൽ ഭാവിയുടെ കാര്യങ്ങളിലും ആവേശം തന്നെയാണ് ജനിപ്പിക്കുന്നത്. ജോസ് കെ മാണി പാലായിൽ തന്നെ വീണ്ടും മത്സരിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ മാണി സി കാപ്പന് വേണ്ടി എല്ലാ തരത്തിലും ആവുന്നത്ര സഹായം ചെയ്യാൻ ജോസഫ് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം തൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനും തന്നെ കോട്ടയത്തു നിന്നും കെട്ടുകെട്ടിക്കാനും PJ ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവിനെ കുറേ അധികം ഉപദ്രവിക്കാനും KM മാണിക്ക് മുമ്പിൽ പല നാടകങ്ങളിൽ കളിച്ചത് ജോസ് കെ മാണിയുടെ കുശാഗ്ര ബുദ്ധിയായിരുന്നു. അത് ഒരുതരം ഇമോഷണൽ നാടകമായിരുന്നു, സെൻറ്റിമെൻ്റൽ ബ്ലാക്ക്മെയിലിംഗ്. അത് ഒരു പരിധിവരെ KM മാണിയുടെ മുമ്പിൽ ചിലവായി. കൃത്യമായി PJ ജോസഫ് പറയുന്നു, തന്നെ തേജാവധം ചെയ്യാനും തനിക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്താനും ശ്രമിച്ച ജോസ് കെ മാണിക്ക് മാപ്പില്ല. ഇടതുപക്ഷത്തിൽ തന്നെ തുടരട്ടെ, പക്ഷേ ജോസ് കെ മാണി ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നാണ് PJ ജോസഫ് ഉറക്കെ പറയുന്നത്.